ഇതുപോലൊരു തോൽവി ഇടതു നേതാക്കൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. പോർക്കളത്തിൽ മുറിവേറ്റ് നിൽക്കുന്നത് കേരളം ഒരു ദശാബ്ദക്കാലം തുടർച്ചയായി ഭരിച്ച പിണറായി വിജയൻ ആണ്. പേരിൽ വിജയമുള്ളവൻ, ഇന്ന് പോരിൽ പരാജിതൻ. ക്ലിഫ് ഹൗസ് സൗധത്തിൽ നിന്ന് ചിന്താ ഫ്ളാറ്റിൻ്റെ 3-ാം നിലയിലെ മുറിയിലേക്ക് ചുരുങ്ങുകയാണ് രാജ്യത്തെ ഏറ്റവും ശക്തിശാലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ്. സെക്രട്ടേറിയറ്റിൻ്റെ അധികാര നടപ്പുരകളിൽ നിന്ന് ഇടുങ്ങിയ ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രതീകമായി മാറുന്നു CPM. കേരളത്തിലും ബംഗാൾ ആവർത്തിക്കുകയാണോ? കാലിടറി കാലയവനികയ്ക്കുള്ളിലേക്ക് നടക്കുകയാണോ കേരളത്തിലും കമ്മ്യൂണിസം? വാണിജ്യ സാധ്യതകളുള്ള സാഹിത്യം പോലും അല്ലാതായി മാറുകയാണോ ഇടത് ചിന്തകൾ? പുതിയ കാല രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ചേരാത്ത ചിന്താധാരയായി ദൈഷ്ണിക മണ്ഡലത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണോ മാർക്സിസം? തിരികെയെത്തും കൊടുങ്കാറ്റ് പോലെ CPM എന്ന പ്രതീക്ഷകൾ അപ്രായോഗിക രാഷ്ട്രീയ രീതിയുടെ നടക്കാത്ത സ്വപ്നമാണോ? തീർന്നോ CPM? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ എന്നോടൊപ്പം ശ്രീ മുഹമ്മദ് മഞ്ചേരി. ശ്രീ മുഹമ്മദ് മഞ്ചേരി, നമസ്കാരം സാറേ. നമസ്കാരം. അങ്ങേയറ്റം ദുഃഖിതരാണെന്നറിയാം. ദുഃഖാണ്. കാരണം വെച്ചാൽ എവിടെയാണ് പിഴച്ചത്? എവിടെയാണ് പിഴച്ചാൽ ഇനിയും അങ്ങേക്കത് മനസ്സിലായിട്ടില്ല അല്ലേ? അപ്പൊ കുറച്ച് സ്ഥലത്തൊക്കെ പിഴച്ചേക്കണ്. ആ കാരണം കൊണ്ടാണ് സംഭവിച്ചത്. സൂപ്പി വെള്ളമുണ്ട എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സൂപ്പി വെള്ളമുണ്ട, എവിടെയാണ് പിഴച്ചത്? നമസ്കാരം. 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 ഹലോ. നമസ്കാരം. ഞാൻ പറഞ്ഞ 75 പറഞ്ഞ ശേഖര് അങ്ങ് പോയി, താഴേക്ക് പോയി. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. സാരമില്ല, അതൊക്കെ നമ്മളൊരു രാഷ്ട്രീയത്തിൽ പല കണക്കുകൾ കൂട്ടും. തിരിച്ചു വരും. കാരണം UDF 10 കൊല്ലം വിട്ടു നിൽക്കില്ല, അതുപോലെ LDF വിട്ടു 5 കൊല്ലം വിട്ടു നിൽക്കുന്നത് നല്ലതാണ്. ഇത് പരാജയപ്പെട്ടത് നല്ലതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ, ഗോപകുമാർ എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, നമസ്കാരം. 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 അങ്ങയുടെ കണക്കുകളും തെറ്റി. എന്റെ കണക്കുകൾ ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് മോശമല്ലാത്തൊരു അങ്ങ് എന്നോട് പറഞ്ഞത് അവിടെ ഷൊർണൂരിൽ 2ാം സ്ഥാനം കിട്ടുമെന്നാണ്. കിട്ടിയില്ല. 5 സീറ്റ് കേരളത്തിൽ പ്രതീക്ഷിച്ചു. പക്ഷെ 3 ജയിച്ചു. പോട്ടെ, അത് ഒരു വലിയ തെറ്റ് എന്ന് പറയാനാകില്ല. 5 സീറ്റ് പറഞ്ഞതില് 2 സീറ്റ് എങ്ങനെ നഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. നമ്മളിപ്പോ തോറ്റു കഴിഞ്ഞതിന് ശേഷം ഉന്ന പറയുമെന്നല്ല, ജയിച്ച സ്ഥാനാർത്ഥികളെ മോശമാക്കാനുള്ള ഇതല്ല. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു. മഞ്ചേശ്വരത്ത് ഈ സുരേന്ദ്രൻ ജയിക്കേണ്ടതായിരുന്നു, ജയിച്ചില്ല. പാലക്കാട് ജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു. അത് രണ്ടും CPM-ന്റെ വോട്ട് 20,000 വോട്ട് മഞ്ചേശ്വരത്ത് UDF മറിച്ചു കൊടുത്തിരിക്കുകയാണ്. 20,000 വോട്ട്, 41,000 വോട്ടിന് ഇത്തവണ കിട്ടിയിരിക്കുന്നത് 20,000 വോട്ടാണ്. വോട്ട് ഒന്നിച്ച് മറിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പാലക്കാട് അതേമാതിരി തന്നെ പാലക്കാട് BJP ജയിക്കാൻ പോവാണ്. മൊത്തം ബേജാറാക്കി വിട്ടു. മറ്റേ എന്താ പറയാ, ശരിക്കും അങ്ങനെ വർഗീയ പാർട്ടികളായിട്ടുള്ള കുറെ പാർട്ടികളുടെ പേര് പറയണില്ല ഞാൻ. SDPI അങ്ങനെയുള്ള പാർട്ടികളൊക്കെ കൂടി BJP ജയിക്കാൻ പോവാണ് പറഞ്ഞിട്ട് ഒന്നിച്ചൊരു പ്രചരണം നടത്തിയിട്ട് അവിടെ ഒരു ഏകീകരണം ഉണ്ടായി. 40% മുസ്ലിം വോട്ടുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വേഗം എല്ലാവരും SDPI-ന്റെ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ ഒരു പ്രചരണം നടത്തി. എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്ന കഥയല്ലേ അത്? പ്രതീക്ഷിച്ചല്ലേ നിങ്ങൾ ആദ്യം കണക്ക് കൂട്ടേണ്ടത്? സ്വാഭാവികമായി ഏകീകരണം ഉണ്ടാകില്ലേ? പോട്ടെ, സാരമില്ല. ഏതായാലും അങ്ങയുടെ വലിയ തെറ്റില്ല എന്ന് പറയാം. ശ്രീ രാജൻ എവിടെയെന്ന് എന്നോട് കുറേ ദിവസമായി ആളുകൾ ചോദിക്കുകയാണ്. കൊല്ലത്തുനിന്ന് ഇന്ന് ശ്രീ രാജൻ ചേർന്നിരിക്കുന്നു. ശ്രീ രാജൻ, എന്റെ മകന്റെ കല്യാണം ഉറച്ചു സാറേ. മകൻ അമേരിക്കയിൽ മകൻ അമേരിക്കയിലാണ്. മകന് ഡോക്ടറാണ്. അപ്പൊ പുള്ളിയുടെ കല്യാണം ഉറപ്പും കാര്യങ്ങളും വധുവും ഡോക്ടറാണോ? അല്ലല്ല, വധു ഒരു ഫൈനാൻസ് കൺസൾട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ കല്യാണത്തിന്റെ തിരക്കിലാണെങ്കിലും പൊതുവേദിക്കൊപ്പം ചേർന്നതിൽ സന്തോഷം. എന്നാ കല്യാണം? അതുകൊണ്ടായിരുന്നു ഇത്രയും ദിവസം. നവംബർ 18 കല്യാണം. വെരി ഗുഡ്. അപ്പൊ USA വെച്ചായിരിക്കും കല്യാണം. അപ്പൊ അതിന്റെ ഒരു ഇതിലൊക്കെ ആയിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഇടപെട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ള വലിയ സന്തോഷകരമായ വാർത്ത, ഞങ്ങളുടെ പാർട്ടിക്ക് 3 സീറ്റ് കിട്ടി.
എനിക്ക് അതിനകത്ത് അങ്ങേയറ്റം വലിയ സന്തോഷമുണ്ട്. പിന്നെ UDF ജയിച്ചതിൽ അങ്ങേയറ്റം സന്തോഷം. കാരണം ആശാ വർക്കർമാർക്ക് 21,000 രൂപ ശമ്പളം, 5 ലക്ഷം രൂപ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കും. പിന്നെ ട്രാൻസ്പോർട്ടിൽ 3000 പെണ്ണുങ്ങൾ സ്ത്രീകൾക്കെല്ലാം ഫ്രീ യാത്ര, അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ അത് കൂടാതെ എല്ലാ 3000 രൂപ വെച്ച് പെൻഷൻ. പിന്നെ ഇലക്ട്രിസിറ്റി കുറയ്ക്കാൻ പോകുന്നെന്ന് ആരോ പറഞ്ഞു കേട്ടു. ഇനി ഒരു നേതാവ്, കോൺഗ്രസിന്റെ ഒരു നേതാവ് പറയുന്നത് കേട്ടു, ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കുറയ്ക്കും. പിന്നെ അതുകൂടാതെ വെള്ളത്തിന്റെ ചാർജ് കുറയ്ക്കും. പിന്നെ പെട്രോളിന് 100 രൂപ വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ കള്ളുകടയെല്ലാം നിർത്തും. എനിക്ക് സത്യം പറയാൻ ഭയങ്കര സന്തോഷം. UDF ഇനിയും ഭരിച്ച് ഇവിടെ നല്ല ഭംഗിയായിട്ട് ആൾക്കാരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളുടെ നാട്ടില്. താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം ഏതായാലും പിന്നെ കുടുംബത്തിലെ ഒരു മംഗളകാര്യം നടക്കാൻ പോകുന്നത് പൊതുവേദിയിൽ പറഞ്ഞതിൽ സന്തോഷം. മകനെ എല്ലാവിധ മംഗളാശംസകൾ, വധുവിനും മംഗളാശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സാറിനെ വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വരും, കൊല്ലം ഇവിടെ അടുത്തല്ലേ, ഞാൻ വന്നോളാം. പിന്നെ നമ്മുടെ കമാൻഡർ മാത്യു ഈസ് ഫ്രം മുംബൈ. ശ്രീ കമാൻഡർ മാത്യുവിന് ഇന്ന് ആഘോഷത്തിൻ്റെ രാവാണ്. ഇന്ന് ആ ആഘോഷം അവസാനിച്ച് കാണില്ല, സന്തോഷത്തിൻ്റെ നെറുകയിലാണ് അല്ലേ? കൺഗ്രാചുലേഷൻ. ഞാൻ ഒരു പാക്കറ്റ് മുട്ടായി അഡ്രസ് ഒന്ന് അയച്ചു തരുന്നതായിരിക്കും. ഞാൻ തമാശക്ക് പറഞ്ഞതാ. 2 MLA, ഒരു MP യും, പഴകുളം മധുവും സാന്തനും അടൂർ പ്രകാശ് MP. ഞങ്ങൾക്ക് 3 പേര്, അതും എന്റെ 3 പേരെ എന്റെ വീടിന് ചുറ്റുവാ. അത് ശരി. പിന്നെ ഇത് മാത്രമല്ല, ഇതിപ്പോ നമ്മൾ എഴുതിയ നമ്മൾ തിരുത്താനാകുമോ CPM എന്നുള്ള ചോദ്യമല്ല, നമ്മൾ തിരുത്തി കൊടുത്തു. കോൺഗ്രസ്, ഞങ്ങള് UDF അവരെ തിരുത്തിച്ചു. എന്താണെന്ന് വെച്ചാൽ ഒറ്റയാൻ പോരാട്ടം, LDFന്റെ ഒറ്റയാൻ പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിച്ചു. ഒറ്റയാൻ പോരാട്ടം ഇനി ഇല്ല. നോ ക്യാപ്റ്റൻ. അപ്പൊ ഇത് ബംഗാൾ പോലെ അവസാനിക്കുമോ അതോ തിരിച്ചു വരുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവർ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി കേരളത്തിൽ LDF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തിരിച്ചു വരാൻ പോകുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം KM മാണിയുടെ 12 ഔട്ട്, 12 ഔട്ട്, ക്ലീൻ ബൗളിംഗ് ആയിരുന്നു. കണ്ടില്ലേ? ക്ലീൻ സ്വീപ്പ് ആണ്. ഒന്നും ഒരിടത്ത് പോലും ഞാൻ പാലയിൽ പോലും പരാജയപ്പെട്ടു പോയി അല്ലേ? 12 വർഷം കേരള 12 ടേമില് ധനകാര്യമന്ത്രിയുടെ മോൻ പരാജയപ്പെടുന്ന വെച്ചാൽ ഇതേ കാര്യം. അതുപോലെ തന്നെ ഗണേശൻ ക്ലീൻ ഇപ്പൊ ആകെ ഒരു കേരള കോൺഗ്രസ് തങ്ങൾ മാത്രമാണെന്ന് ജോസഫ് പറയുകയാണ്. വേറെ ആരും ഇല്ല കേരള കോൺഗ്രസ് എന്ന് പറയാൻ. അത് പണ്ടും ജോസഫ് പറഞ്ഞായിരുന്നു, മാണിയുടെ എതിലെല്ലാം തീരാൻ പോവാന്ന്, എതിലെല്ലാം പൊഴിഞ്ഞു വീണു. കണ്ടില്ലേ? ഇനി CPIയുടെ കേക്ക്. ഇപ്പൊ CPI പറയാണ് അടൂരും പീരുമേട്ടിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി മോശമായിരുന്നു. ഞങ്ങൾ UDFക്കാരാണോ കുഴപ്പക്കാര്? ആണോ UDFക്കാരാണോ കുഴപ്പക്കാര്? അടൂര് നിങ്ങള് ഏറ്റവും വലിയ ഡെപ്യൂട്ടി സ്പീക്കർ ജയിച്ച സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ട് 10,800 വോട്ടിന് ന്യൂ എൻട്രി. അത് ആലോചിച്ച് നോക്കിക്കേ. ഇതിനർത്ഥം എന്താണ്? പക്കാ CPMകാര് അല്ലെങ്കിൽ LDFകാര് കോൺഗ്രസിന് വോട്ട് ചെയ്തു, ഉറപ്പാ, ഒരു സംശയം വേണ്ട. ഇനി ഒരു തിരിച്ചുവരവ് LDFന് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു സംശയം. അല്ലെങ്കിൽ അതുപോലുള്ള ശക്തരായ നേതാക്കന്മാരുണ്ട്. എന്തിയെ ആരോഗ്യമന്ത്രി ദയനീയ പരാജയം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ക്ലീൻ ആയിട്ട് കൊല്ലം മേടിച്ചു, ക്ലീൻ ആയിട്ട് പത്തനംതിട്ട മേടിച്ചു, ആലപ്പുഴ മേടിച്ചു, എറണാകുളം മേടിച്ചു, തിരുവനന്തപുരം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലമാണ്. ഒരാൾ നമ്മുടെ V. മുരളീധരൻ BJP, അത് ഞങ്ങൾ അൺഎക്സ്പെക്ടഡ് പറ്റിപ്പോയതാ. ചാത്തന്നൂർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ എന്ത് പറ്റി? നമ്മുടെ ഈഴവ സമുദായം ഒന്നിച്ച് വോട്ട് ചെയ്തു. ക്രിസ്ത്യൻസും മുസ്ലിംസും പാർട്ടിക്ക് വോട്ട് ചെയ്തു. ചാത്തന്നൂർ എന്ത് പറ്റി? BJPക്ക് ഈഴവ സമുദായം ഒന്നിച്ച് വോട്ട് ചെയ്തു. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ പൊളിറ്റിക്കലിന് അപ്പുറത്തെ ഇന്റലിജൻസ് ബ്യൂറോ പോലും കണ്ടെത്താൻ പറ്റാത്ത അബദ്ധങ്ങളിൽ ഒരബദ്ധമാണ് സംഭവിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ ഏതായാലും വലിയ ആഘോഷത്തിലാണ് അവിടെ. മലയാളികളൊക്കെ എങ്ങനെയാണ് പൊതുവെ എന്താ പറയുന്നത്? 2 മണിക്ക് എന്തായാലും രാത്രി 2 മണിക്ക് വന്ന് ഇനിയിപ്പോ വീണ്ടും ഞങ്ങൾ പാമ്പ് ലഡു വിതരണം ചെയ്യാൻ. ശരി, ഓക്കെ. അപ്പൊ എല്ലാവരും ലഡുവൊക്കെ കഴിച്ച് സന്തോഷത്തോടെ അവിടെ ആഘോഷം നടക്കട്ടെ. ഓക്കെ. അപ്പൊ ശിവദാസൻ എന്നോടൊപ്പം ചേരുന്നത് ബാലരാമപുരത്തു നിന്നാണ്. ശ്രീ ശിവദാസൻ, ചുരുങ്ങിയ വാക്കുകളിൽ, നമ്മുടെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമസ്കാരം സാർ. നമ്മളിവിടെ ജനാധിപത്യ രീതിയിലാണ്, ആരും അഹങ്കരിക്കാൻ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശിവദാസൻ കുറെ കണക്കൊക്കെ എന്നോട് പറഞ്ഞല്ലോ. ഞാൻ 3 സീറ്റ് 5 സീറ്റ് തോന്നുന്നു ജില്ലക്ക് പറഞ്ഞു. 2 സീറ്റ് കിട്ടി, 1 സീറ്റ് ചാത്തന്നൂര് കിട്ടി BJP. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് ഇതല്ലല്ലോ പറഞ്ഞ കണക്കെന്നോട്. ഞാൻ 5 സീറ്റ് സാറിന് പറഞ്ഞായിരുന്നു. ഞാൻ കാട്ടാക്കട പറഞ്ഞു, നേമം പറഞ്ഞു, പറഞ്ഞു, കഴക്കൂട്ടം പറഞ്ഞു, വട്ടിയൂർക്കാവ് പറഞ്ഞു. ഏതായാലും പകുതി 50% വിജയം. ഓക്കെ, അത് അംഗീകരിക്കാം, പാസ്സാണ്. പിന്നെ CPM അഹമ്പതിക്കും എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം
ഒരു കാലഘട്ടത്തില് 6-7 പേര് പൊളിച്ചിരുന്ന് രാത്രി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് CPM. ശരി ആ CPM അങ്ങ് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ചെറുതല്ല, വാഴക്കന്ന് പോലെ മുളച്ചു വരുന്ന പാർട്ടിയാണ്. ശരി. അപ്പോൾ സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സദാശിവക്കുറുപ്പ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സദാശിവക്കുറുപ്പ് എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല എന്നുള്ള തലത്തിൽ കൈമലർത്തുന്ന അവർ ഇതാകുമെന്ന് റോസമ്മ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും എൻ്റെ ആശംസകൾ. ഷിജു പരസ്പരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നേരത്തെ നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ആർ യു ഹാപ്പി വിത്ത് ദ റിസൾട്ട് എന്ന് ഷിജു എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാ ജനവിധികളിലും സന്തോഷിക്കുന്ന ആളാണ്. ജനത്തിൻ്റെ വിധിയാണ് അന്തിമ വിധി. ബാലകൃഷ്ണൻ ഡ്രീം ഫോർ എ ഹങ് അസംബ്ലി എന്ന് ഷിജു എന്നോട് പറയുന്നു. അതൊക്കെ നമ്മുടെ ബാലകൃഷ്ണൻ വടകര എന്ന് വിളിക്കായിരിക്കും, ചോദിക്കാം. അപ്പോൾ നമസ്കാരം മനു എന്ന് പറയും. കമൻ്റ് എഴുതിയ ആരുടെയും കണക്ക് കറക്റ്റായി വന്നില്ല അല്ലേ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ചിലരൊക്കെ വിജയത്തിനടുത്തേക്ക് എത്തി. പിന്നെ ഒരു തെരഞ്ഞെടുപ്പല്ലേ, എല്ലാം നമുക്ക് പറയാൻ പറ്റും. സുനിൽകുമാർ എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്, നമസ്കാരം പറയുന്നുണ്ട്. സുനിൽകുമാറിന് നമസ്കാരം. സുനിമോൾ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നത് കേരള വിൽ നോട്ട് ബി ബംഗാൾ ഓർ ത്രിപുര ആസ് ഫാർ as RSS ആൻഡ് സംഘ് പരിവാർ ഈസ് ഹിയർ എന്ന് എന്നോട് ഷിജു കുര്യത്ത് പറയുന്നു. ജയകുമാർ പറയുന്നു ഞാൻ എബവ് 87 എന്ന് പറഞ്ഞ ജയകുമാർ പറഞ്ഞതിൽ കുറേയൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. 87 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജയൻ ചേട്ടൻ നമസ്കാരം. ഓക്കെ. മുരളി പാർട്ടിയിലെ നേതാക്കൾ വഴിപിഴച്ചു എന്ന് എന്നോട് മുരളി പറയുന്നു. ഓക്കെ. അപ്പോൾ എല്ലാ ആളുകളും നമുക്കൊപ്പം ചേർന്നുണ്ട്. അപ്പോൾ ഉമേഷ് പടക്കം പൊട്ടിച്ച് തകർക്കായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ പറഞ്ഞത് തന്നെ നടന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ജയന്തി ജയിക്കും വരെ പറഞ്ഞു. അതെ അതെ, ഞാൻ അത് പക്ഷേ എനിക്ക് ഞാനത് പക്ഷെ അത് ഞാൻ ഉമേഷ് ചിലപ്പോൾ കടത്തിപ്പറയാണോ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. പക്ഷെ അത് ഉമേഷിന്റെ കറക്റ്റ് പ്രഡിക്ഷൻ ആയിരുന്നു. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഞാൻ അന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞ് അതൊരു മീഡിയക്ക് മുന്നിൽ നമ്മൾ എന്തെങ്കിലും പറയണ്ടെന്ന് പറഞ്ഞ് നിർത്തിയത്. ഞാനും വിചാരിച്ചു അങ്ങനെ നിർത്തിയത്. അതാണല്ലോ അതിന്റെ ശരി മാന്യത. അപ്പൊ നമ്മളെ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരുമോ? വരില്ല. ഇനി വരണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഞാനൊക്കൊന്നും പറയാനില്ല. കേരള ജനത നമ്മൾ വെറുതെ മൈക്ക് കെട്ടിയിട്ട് ഉത്ബുദ്ധരായ വോട്ടർമാരെ എന്ന് പറയുന്നതല്ല, ശരിക്കും പ്രബുദ്ധരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവരാണ്. അത് വെറും യു ഡി എഫിന്റെ വോട്ടർമാരോ അല്ലെങ്കിൽ അങ്ങനെയല്ല, കേരളത്തിലെ ജനത. അതായത് ഈവൻ ഞാൻ പറയുന്നത് നമ്മളെ സതീശൻ സാറ് പറഞ്ഞ സഖാക്കന്മാരടക്കം, നല്ല സഖാക്കന്മാരടക്കം മാറിച്ചിട്ടു. എന്തിനു മുഖ്യമന്ത്രി ധർമ്മടത്ത് വേർത്തുന്ന 5-6 കേരളം ഞെട്ടിപ്പോയി. അബ്ദുൾ റഷീദിനെ എനിക്കറിയാം. ഞാന് അയാളുടെ പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തളിപ്പറമ്പിൽ അയാൾ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ അവിടെ ഇലക്ഷൻ കവറിന് പോയിരുന്നു. അബ്ദുൾ റഷീദ് ഒരു കിഡിൽ ഫൈറ്ററാണ്. അപ്പം ഞാൻ പക്ഷേ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. എന്നാലും ചിലരൊക്കെ എന്നോട് പറഞ്ഞു ചില റൗണ്ടുകളിൽ അയാൾ മുന്നിലേക്ക് വരും കേട്ടോ എന്ന്. പക്ഷെ ഞാനത് അന്നത്ര ഗൗരവമായി എടുത്തില്ല. ഏതായാലും അയാളെ സമ്മതിച്ചേ പറ്റും. അബ്ദുൾ റഷീദ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വീര പോരാട്ടം തന്നെയായിരുന്നു കേട്ടോ. അല്ല, വീരപോരാട്ടം എന്ന് പറഞ്ഞാല് വേറൊന്നല്ല മനസ്സിലായ. അദ്ദേഹത്തിന്റെ കൂടെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ബൂത്തിൽ പോലും ആളെ ഇരുത്തൂല. അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ എന്നൊക്കെ പറഞ്ഞാല് അത്തരത്തിലൊരു സ്ഥലത്ത് അയാളെ കൂടെ പോകാൻ പോലും ആളില്ലാതെയാണ് അയാൾ 5-6 റൗണ്ടിലല്ല അയാൾ മുന്നിൽ വന്ന്. അപ്പോ അത് സമ്മതിക്കേണ്ട കേസാണ്, സമ്മതിച്ചേ പറ്റൂ. അപ്പൊ ഇന്ന് സമയത്തിരക്കും ഇതൊക്കെ കൂടുതലായത് കൊണ്ടാണ് ശ്രീ ഉമേഷുമായിട്ട് നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. അടുത്ത് സുബൈറിന് ഒരു അഡ്രസ് തന്ന് ഞാനൊരു മുട്ടായി അങ്ങോട്ട് അയക്കണം. ഇത് നമസ്കാരം. സുബൈറാണിത് പൊതുവേദിയിൽ ആദ്യം പറഞ്ഞത്. വലിയ 100 കണക്ക് വന്ന്. അല്ലാതെ അബ്ദുൾ റഷീദിന് ആദ്യൊരു സ്വാഗതം. അബ്ദുൾ റഷീദിന് അപ്പൊ ഞാന് അന്ന് സുബൈർ പറയുന്നത് കേട്ട് ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ സുബൈറൊക്കെ പറയുന്നുണ്ട് വലിയ മുന്നേറ്റം വരുമെന്ന്. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഒരു വിശ്വാസം ഉണ്ടായില്ല. പക്ഷെ ഇന്നിപ്പോ സുബൈർ ഞെട്ടിച്ചു കഴിഞ്ഞു. അന്ന് ഞാൻ മനസ്സാറിനോട് ചോദിച്ചു, അവര് പറഞ്ഞത് ശരിയാണെന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല അത് ഞാൻ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞു, മറുപടി പറഞ്ഞില്ല. അതെ, ഇതൊക്കെ ഉണ്ടല്ല നവകേരള പറയൂ കേൾക്കുന്നു. നവകേരള സദസ്സില് ആ പിള്ളേരെ തലതല്ലി പൊളിച്ചില്ലേ, അതൊന്ന് പോലീസുകാരെ കഴിഞ്ഞാടാൻ വിട്ടില്ലേ, അത് 2 ഇവിടെ വയനാട്ടിലേക്ക് വന്ന് ആൾക്കാർ പറ്റിച്ചില്ലേ, അത് 3 ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ സ്വർണം കട്ടത്, ശബരിമലയിൽ സ്വർണം കട്ടത്, പിണറായിയുടെ എന്ത് ഉദ്ദേശം ഞാൻ പറഞ്ഞു. അവസാനത്തെ ഒരു കൊല വരും, വാഴയമ്മൽ മുച്ചിരിപ്പം കൊല. ആ കൊല കൊലച്ചിട്ട് പിന്നെ വാഴയമ്മ കൊല ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? ഓർമ്മ ഉണ്ടോ? അപ്പൊ സുബൈർ പറഞ്ഞ ഓരോ വാക്കും അക്ഷരം പ്രതി
ശരിയായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണിത്. ഞാൻ വിചാരിച്ചു സുബൈർ ഇത് ഇത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചില്ല. അന്ന് കണ്ണൂര് 3 പേര് മാറി, 2 പേര് മാറിയുണ്ട്. എനിക്ക് പോയി കയറുന്ന അവിടെ സൂപ്പർ ജയിച്ചു വരും. അവർ ജയിക്കാൻ വേണ്ടി ഒന്നല്ല, വാശിക്കുന്നതാ അവര്. അപ്പൊ ഇന്ന് നമുക്ക് കുറെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. ഏതായാലും ശ്രീ സുബൈറിന്റെ വാക്കുകൾ കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഒരു കണ്ടെയ്നർ വിലങ്കട് ഫിൻലാൻഡിന്റെ ഓർഡർ ബുക്ക് ചെയ്തിട്ടുള്ളത് UDF LDF ആരെ പിടിച്ച് അസാക്കാൻ വേണ്ടിട്ട്. ഒരു കണ്ടെയ്നർ വിലങ്ക്, ഒറ്റ കണ്ടെയ്നർ വിലങ്ങ് 40 ഫീറ്റിന്റെ. ശരി, ഓക്കെ, ശരി. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്നോടൊപ്പം നിസാമുദ്ദീൻ ചേരുന്നത് കൊല്ലത്തുനിന്ന്. നിസാമുദ്ദീൻ, ഹലോ. ആ നമസ്കാരം സാർ. നമസ്കാരം. ആ സാറേ, ഞാൻ ഈ ഇലക്ഷന്റെ അന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ് ഇവിടെ 75 തൊട്ട് 100 സീറ്റ് വരെ പിടിക്കുന്നു. എനിക്ക് നമ്മളെ കോഴിക്കോട്ടിന് വിളിക്കുന്നത് മഞ്ചേശ്വരം മുഹമ്മദോ? കോഴിക്കോട് എന്നല്ല, മഞ്ചേരി നിന്ന് മുഹമ്മദ് മഞ്ചേരി. കോഴിക്കോട് നമ്മുടെ ഇതേവായിരിക്കും കുഞ്ഞാമത്, കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിൽ എനിക്കൊന്ന് പോകണം. കാര്യം അവിടെ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞായിരുന്നു. പടിഞ്ഞാറ്, ഒടുവിൽ നമ്മൾ നാട്ടിൽ പറയില്ലേ, പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചു കാക്ക മലർന്നു പറന്നു അല്ലേ? അതെ, ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ കിഴക്കാണ് ഉദിക്കുന്നത്. എനിക്കൊന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പോട്ടെ, സാരമില്ല, തെരഞ്ഞെടുപ്പല്ലേ, ഇനി നമ്മൾ ഒരുപാട് വേദനിപ്പിക്കണ്ട. ശരി, ഒരു കാര്യമായിട്ടില്ലേ? ശരി. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രഡിക്ഷൻസ് കറക്റ്റ് ആയ മറ്റൊരാളാണ്. അപ്പൊ അനഘ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനഘ പക്ഷെ സ്വന്തം മണ്ഡലത്തിലെ പ്രഡിക്ഷൻസ് വിജയിച്ചില്ല അല്ലേ അനഘ? എനിക്ക് തോന്നുന്നു അനഘയുടെ ടെലിഫോൺ എന്തോ. സ്വന്തം മണ്ഡലത്തിലെ ഒരു കാൽക്കുലേഷൻ വിജയിച്ചില്ല അല്ലേ അനഘ? ഇല്ല, ക്ലിയർ അല്ല, ഫോൺ ക്ലിയർ അല്ല. നമ്മുടെ മണ്ഡലത്തിൽ MS അരുൺകുമാറാണ് ജയിച്ചത്. കായംകുളത്താണ് M ലിജു ജയിച്ചത്. ഓക്കെ. മണ്ഡലത്തിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായി. ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം LDF ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് LDF പുറത്തായ ആൾക്കാർ വിജയിക്കും, അവിടെ ഭരണത്തിൽ നിന്ന ആൾക്കാർ തോറ്റുപോവുകയും ചെയ്തത്. പക്ഷെ ഇവിടെ ഈ പറയുന്ന നമ്മുടെ MLAക്ക് സ്വന്തം വ്യക്തിപരമായ ഒരുപാട് വോട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇത്രയും ഇപ്പം തൊട്ടടുത്ത കായംകുളത്തും വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിഭ നോക്കുന്നു, M ലിജു ജയിക്കുന്നു. അതുപോലെ സജി ചെറിയാന്റെയും ഭൂരിപക്ഷം കുറഞ്ഞു. ഇവിടെയും ഭൂരിപക്ഷത്തിന് അവിടെ ഇവിടെ തട്ടൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ MS അരുൺകുമാറാണ് ഇവിടെ ജയിച്ചത്. ഓക്കെ. അപ്പൊ അനഘയുടെ മൊത്തത്തിലുള്ള കറക്റ്റായി എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ മിനി ടീച്ചറും എന്നോട് പറഞ്ഞിരുന്നു അരുൺകുമാർ ജയിക്കുമെന്ന്. ഓക്കെ. അപ്പോൾ മോഹനൻ, ശ്രീ മോഹൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുക. ശ്രീ മോഹൻ. ഹലോ, നമസ്കാരം. നമസ്കാരം. പിന്നെ UDF എന്റെ മംഗള ആശംസകൾ നേരുന്നു. അയ്യപ്പൻ ശരിക്കുള്ള ഒരു പണി കൊടുത്തു അവർക്ക്. ഇതാ ഈ അയ്യപ്പ കോപമാണോ തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക്? തീർച്ചയായിട്ടും 100% അല്ല 200%. ആ പാട്ടങ്ങ് വല്ലാതെ കയറി പിടിച്ചല്ലേ ജനം? പാട്ട് പിടിച്ചു, ഭഗവാൻ അതെല്ലാം നോക്കിക്കണ്ടു, അവസാനം ഒരു പണി കൊടുത്തു അവർക്ക്. അപ്പൊ അവരിനി തിരുത്തി വരുമെന്ന് ശ്രീ മോഹൻ? അത് പ്രശ്നമേ അല്ല, തിരിച്ചു വരുമോ ഇല്ലയോ എന്നല്ല പ്രശ്നം. നമ്മുടെ UDF ഗവൺമെന്റ് നല്ല പൊതുജനങ്ങൾക്ക് നല്ലൊരു പ്രവൃത്തി ചെയ്യണം, സേവനം ചെയ്യണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാംഗ്ലൂരിലെ എല്ലാ മലയാളികൾക്ക് എന്റെ ആശംസകൾ. അവിടെ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട്. അല്ല, ഒരു മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ വന്നാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, സതീഷിനാണ് സാധ്യത എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഒരു നല്ലൊരു വ്യക്തി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ വയസ്സില്. ശരി, പ്രദീപ് വലിയ സന്തോഷത്തിലായിരിക്കും. പ്രദീപ് ഇത് പ്രെഡിക്റ്റ് ചെയ്തതാണ്. പക്ഷെ ഞാൻ ഈ പ്രദീപ് പറയുന്ന അത്ര കണക്ക് വരുമോ എന്നൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. പ്രദീപ്, ന്യൂയോർക്കിൽ ഇരുന്നാലും കേരളത്തിന്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞ പ്രദീപിന് അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. താങ്ക് യു സോ മച്ച് മിസ്റ്റർ മനു. നമസ്കാരം. പൊതുവേദിയിൽ എല്ലാവർക്കും 1000 നന്ദിയും നമസ്കാരമുണ്ട്. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസം. ഞാൻ ഇനി നാട്ടിൽ ധൈര്യമായിട്ടും താമസിക്കും. ധൈര്യമായിട്ടും തന്നെ വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പ്രവാസികൾ ഇനി കേരളത്തിൽ താമസിക്കാൻ തിരഞ്ഞെടുക്കും. കാരണം ഒരു ദുരന്തം കേരളത്തെ വിട്ടുമാറി. ഒരു ശാപം, കേരളത്തിന്റെ ഒരു ശാപം ഉണ്ടായിരുന്നു, അത് വിട്ടുമാറി. പിന്നെ ഇതിനകത്ത് വേറൊന്നും പറയുന്നില്ല. ഒരുപാട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നല്ല മനസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരും കൂടെ വിചാരിച്ചുകൊണ്ടാണ് ഈ VD സതീശൻ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഇത്രയും നല്ലൊരു ഭൂരിപക്ഷം കിട്ടിയത്. ഞാൻ ആദ്യമേ ഇത് പ്രതീക്ഷിച്ചിരുന്നു മിസ്റ്റർ മനു. കാരണം കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്കധികം വിഷമത്തിലായിരുന്നു, ദുഃഖത്തിലായിരുന്നു. അവർ ഏറ്റവും കൂടുതൽ ഈ പിണറായിയുടെ കീഴിൽ അവർ അടിമകളെ പോലെ, സ്വാതന്ത്ര്യമില്ലാത്ത പോലെ അവർ അനുഭവിക്കുകയായിരുന്നു.
അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് അവരിപ്പം തീർത്തത്. അതിന് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ആൻഡ് താങ്ക്സ് ടു യു ആൻഡ് താങ്ക് യു സോ മച്ച് മിസ്റ്റർ മനു ആൾസോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്നോടൊപ്പം ശ്രീമതി ജയ കുറേ കാലത്തിന് ശേഷം വിളിക്കുകയാണ്. ഇന്ന് ശ്രീമതി ജയ വിളിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. ഭർത്താവും സന്തോഷത്തിലായിരിക്കുമല്ലേ 3 സീറ്റ് ജയിച്ചില്ല ശ്രീമതി ജയ? നമസ്കാരം മനു. നമസ്കാരം മനു, ഞാനൊരു വാശി പിടിച്ചിരിക്കുകയായിരുന്നു ഹസ്ബൻഡുമായിട്ട്. എന്നും എൻ്റെ അടുത്ത് പറയും വിളിക്കടി. ഞാൻ പറയില്ല. ഈ റിസൾട്ട് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ വിളിച്ചോളാം. പുള്ളി സമ്മതിയിരിക്കുകയാണ്. 3 സീറ്റ് കിട്ടിയല്ലോ അവർക്ക്. അത് 30 സീറ്റിനേക്കാൾ വലുതാ പുള്ളി പറയുന്നത്. 3 സ്റ്റേറ്റ് കിട്ടിയെന്ന് എന്നോട് പറയുന്നു. അവർക്ക് ബംഗാൾ കിട്ടി, അവർക്ക് ആസാം കിട്ടി. അത് ആര് കണക്കാക്കുന്നത്? ബംഗാളൊക്കെ പോയി പണി നോക്കട്ടെ. നമ്മള് കേരളത്തിന്റെ കാര്യം നോക്കിയാൽ പോരി. ബംഗാളൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. അപ്പൊ ശ്രീമതി ജയയുടെ പാർട്ടി വൻ വിജയം നേടിയ സാഹചര്യത്തിൽ ഭർത്താവ് എന്തെങ്കിലും സമ്മാനമൊക്കെ വാങ്ങിച്ചു തന്നോ? പുള്ളി മൂന്നേ മനുഷ്യ കെട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിനെ സന്തോഷിക്കുമ്പോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എനിക്ക് തോന്നുന്നു ടെലിഫോണിൽ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഭർത്താവ് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് പറയണം. ഇത് ഭാര്യയുടെ ഒരു വലിയ വിജയം, പ്രതീക്ഷ, സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇന്നലെ ബിരിയാണി വാങ്ങിച്ച് കഴിക്കാമെന്ന്. അന്നേരം പുള്ളി പറഞ്ഞ് വേണ്ട എനിക്ക് താല്പര്യമില്ല, നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു തരാമെന്ന്. കുശുമ്പ് മനു സുഖമാണോ? സുഖം, പരമസുഖം. ഞാൻ ചേച്ചിയെ കാണാത്തതുകൊണ്ട് പലതവണ പൊതുവേദിയിൽ അന്വേഷിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് ഇല്ല ഞാനേ മക്കള് യുദ്ധം തുടങ്ങി അന്ന് വിളിച്ചതാ. പിന്നെ ആ യുദ്ധത്തിന്റെ കാര്യവും പിന്നെ ഈ ഇലക്ഷന്റെ കാര്യവും ഒക്കെ ആയിട്ട് ടെൻഷനിലായിരുന്നു മനു. സാരമില്ല, ഏതായാലും ഇപ്പൊ സന്തോഷമായല്ലോ. അതെ, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് മനു. താങ്ക് യു. അപ്പൊ വിളിച്ചവരില്ല ആരുടെ കണക്റ്റാണ് ഇന്ന് കറക്റ്റായവരാ ഇന്ന് വിളിക്കുന്നത്. ഗോമാതാജി എന്നോട് ഈ വിളിക്കുന്നതിൽ ആരുടെയൊക്കെ കണക്കാണ് കറക്റ്റായത്. ഈ മുഹമ്മദ് മഞ്ചേരി ഒഴികെ ബാക്കി എല്ലാവരുടെയും കണക്ക് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചവരെല്ലാം സുബൈറിൻ്റെയാണ് ഏറ്റവും കൃത്യമായ കണക്ക്. സുബൈറാണ് എന്നോട് പറഞ്ഞത്. ഉമേഷ് കോഴിക്കോട് നിന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഇനി റഷീദ് കൊയിലാണ്ടിയൊക്കെ വിളിക്കാനുണ്ട്. റഷീദ് കൊയിലാണ്ടിയൊക്കെ വൻ വിജയം പ്രെഡിക്റ്റ് ചെയ്ത ആളുകളാണ്. നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ വലിയ തോതിൽ നിരീക്ഷകരാണ് കേട്ടോ. അപ്പോൾ ജനങ്ങളോട് ചോദിച്ചു വാങ്ങിയ തോൽവിയാണിത് എന്നോട് സബീന സുൽഫി പറയുന്നു. സുനിമോൾ പറയുന്നത് 3 താമര കേരളത്തിൽ വിരിഞ്ഞു എന്നാണ് പറയുന്നത്. സുനിമോൾ പക്ഷേ അങ്ങനെയല്ല, കുറേ കൂടെ താമര വിരിയുമെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എന്നോട് സുനിൽകുമാർ വീട്ടിൽ പോയി ചോദിക്കേ ഡാഷ് മോനെ രേവന്തേ, ഇതിനൊക്കെയുള്ള മറുപടിയാണ് ജനങ്ങൾ കൊടുത്തത്. ബാലറ്റ് നോക്കിയപ്പോൾ മറ്റാരുണ്ട് വോട്ട് ചെയ്യാൻ, ജനം അറിഞ്ഞു കുത്തി എന്ന് എന്നോട് സുനിൽ പറയുന്നു. ഓക്കെ, അപ്പോൾ ഗോപകുമാർ ഈസ് ക്രൈയിങ് ടു മച്ച്, ഹീ ഈസ് നോട്ട് അവെയർ ഓഫ് കേരളാസ് മൈൻഡ് എന്ന് ഷിജു പറയുന്നു. ബംഗാളിലും താമര വിരിഞ്ഞു എന്ന് സുനിമോള, ബംഗാളിൽ വിരിഞ്ഞു. ഓക്കെ, കിഷോർ കോഹ്ലി എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്നൊക്കെ പറയുന്നുണ്ട്. 36 സീറ്റ് CPM ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു രാജ്യസഭ MP ഉണ്ടാകുമോ? അതിനെപ്പറ്റി ആരും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. രാജ്യസഭയിലേക്കും ഇതൊരു ചെറിയ പ്രശ്നമാവും കേട്ടോ. ഈ സീറ്റ് കുറയുമ്പോൾ രാജ്യസഭാ സ്ഥാനങ്ങൾ നഷ്ടമാവും. അത് ക്രിയേറ്റീവ് മൈൻഡിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഞാൻ അംഗീകരിച്ചു. അപ്പോൾ നേരത്തെ കൂട്ടി അങ്ങോട്ടേക്ക് കടത്തി ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ക്രിയേറ്റീവ് മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ VC തോമസ് ആണ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത്. ഫീനിക്സ് പക്ഷിയെപ്പോലെ വരും. കൊള്ളാം. കേരളത്തിൽ ഇടതുപക്ഷം ഉയർത്തെഴുന്നേൽക്കും. ഇതുപോലുള്ള സന്തോഷം, ഇപ്പോഴുള്ള സന്തോഷം 6 മാസം കഴിയുമ്പോൾ തീരും എന്ന മുന്നറിയിപ്പ് നമ്മുടെ VC തോമസ് തരുന്നു. VC തോമസിൻ്റെ കണക്കെല്ലാം തെറ്റിപ്പോയി. സാരമില്ല, കുഴപ്പമില്ല. VC തോമസ് കണക്ക് തെറ്റിയിട്ട് നമുക്കൊപ്പം ഇന്ന് ചേർന്നിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ അതോടൊപ്പം തന്നെ ഗോളാന്തരമൊക്കെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗോളാന്തരത്തിനൊക്കെ വലിയ സന്തോഷമാണ്. ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ വിദ്യാഭ്യാസ മന്ത്രിയാകണം എന്ന് എന്നോട് ഷിബിലി പറയുന്നു. ചാണ്ടി ഉമ്മനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് നോക്കാം നമുക്ക്. എന്താണ് 12 മന്ത്രിമാർ കോൺഗ്രസിനുണ്ടാവും എന്നല്ലേ പറയുന്നത്. നോക്കാം എങ്ങനെ വരുമെന്ന്. അപ്പോൾ മുരളീധരൻ നായർ എൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശ്രീ മുരളീധരൻ നായർ ചേരുമ്പോൾ തന്നെ ഒരു സന്തോഷം. കൃഷ്ണദാസ് ഗ്യാസ് എന്നോട് പറയുന്നത് ആഡംബരത്തോടു കൂടി നടത്തിയ വിവാഹം തകർന്ന് ലളിതമായ രീതിയിൽ നടന്നത് വിജയം എന്ന് പറയുന്നു. അപ്പോൾ എന്നോടൊപ്പം നിറയെ പ്രേക്ഷകർ ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കും. ശക്തിമാനൊക്കെ BJPയുടെ വൻ വിജയം പ്രെഡിക്റ്റ് ചെയ്തതാണ്. നേമത്ത് രാജീവേട്ടൻ ശിവൻകുട്ടിയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തെന്നാണ് പറയുന്നത്. ശക്തിമാൻ പക്ഷേ BJP കൂടുതൽ സീറ്റ് ജയിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ വർഗീസ് ഉണ്ട് പെരുമ്പാവൂർ. വർഗീസേ, ശ്രീ വർഗീസ്, ഹലോ. എന്ത് പറ്റി കണക്കിലൊക്കെ?
അല്ല അതെ ഇപ്പൊ വേറെ ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല. ആകെ ജനങ്ങൾ പറയുന്നത് ഇവർ 10 വർഷമായില്ലേ, ഭരണമൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇവര് 10 വർഷമായില്ലേ, ഒന്ന് മാറട്ടെ, അതിന് കവിഞ്ഞ് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പൊ ചേഞ്ചിന് വേണ്ടി ചെയ്തേ ഉള്ളൂ, അല്ലാതെ അത്രേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പലരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഭരണമൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇവര് 10 കൊല്ലം ആയില്ലേ, ഒന്ന് മാറിക്കോട്ടെ എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് ബംഗാളിലെ മുഖ്യമന്ത്രി തോറ്റു, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി, ഇവിടുത്തെ മുഖ്യമന്ത്രി തോറ്റിട്ടില്ലല്ലോ. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞേ, ഇപ്പൊ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിച്ച് ഹാർട്ട് അറ്റാക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. 2001 കേരളത്തിൽ അടുത്ത വർഷം എത്ര സീറ്റ് കിട്ടി അറിയാമോ? വെറും 40 സീറ്റേ ഉണ്ടാവുന്നുള്ളൂ. 2006 എത്ര കിട്ടി അറിയാമോ? 99. 40 സീറ്റ് ഉണ്ടാവുന്ന വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ പരാജയം. തിരുത്തും ഇനി മേപ്പോട്ട് പാർട്ടി വളരുന്ന ശക്തി എത്ര ഇരട്ടിയായിരിക്കും എന്ന് കണ്ടിരുന്നോട്ടെ. കാരണം ഇവരുടെ തെറ്റുകളും തെമ്മാടത്തിനും അപ്പാപ്പ ചോദ്യം ചെയ്ത് പാർട്ടി വളരെ ശക്തിയോട് തിരിച്ചു വരും. ആ സ്പിരിറ്റാണ് വേണ്ടത്. ഒരു തോൽവിയിൽ തകരുന്ന ഒരു മനസ്സല്ല എന്ന് തെളിയിക്കും. ഞാനത് അംഗീകരിച്ചു. ഓക്കെ. ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടേ ഇപ്പൊ എന്താണ് നമ്മൾ കാണുന്നത്? ഡൽഹിയിൽ ഇന്നിപ്പോ വേണുഗോപാൽ ഇറങ്ങിയപ്പോൾ ചണ്ട കൊട്ട് മേളം നമ്മൾ കണ്ട് നാണിക്കല്ലേ ഇവർക്ക് വോട്ട് ചെയ്തവരൊക്കെ ഇപ്പൊ. ശരി, അതായത് നോക്കാം നമുക്ക്. അപ്പൊ ഇതിന്റെ ഇത് വരട്ടെ. അപ്പൊ അടുത്ത പ്രേക്ഷകർ ധാരാളം കാത്തുനിന്നുകൊണ്ടാണ് ശ്രീ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഇത് വലിയൊരു തിരിച്ചുവരവിനുള്ള വേദിയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ശ്രീ രാധാകൃഷ്ണൻ അത് വിശ്വസിക്കുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരം. കപ്പല് മുങ്ങി സ്വാതന്ത്ര്യ ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രി ഇല്ലാതാക്കി ഈ ദാസ്യം കൊണ്ട്. ഞാൻ അന്നേ പറഞ്ഞാണ്, ഇത്രയും കാര്യങ്ങളുള്ള പ്രാപ്തി ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്നാക്കിയാല്, അതേസമയം കെ ശൈലജ ടീച്ചറെ മറ്റുള്ളവരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണിച്ചുകൊണ്ട് ഈ പിണറായി വിജയൻ മാറി നിന്നെങ്കിൽ ഇതിനേക്കാൾ ഒരു ഫൈറ്റിംഗ് നടന്നേന, കൂടുതൽ വോട്ടും സീറ്റും കിട്ടിയേന. പാർട്ടിക്ക് വലിയ ക്ഷീണം. ഇതിപ്പോ നാണം കെട്ട തോന്നിയ ക്ഷീണം. കാരണം ഇത്രയും ധാസ്യം, അതായത് നമ്മൾ കണ്ടാണ് ഈ ഹെൽമെറ്റ് വെച്ചൊക്കെ അടുപ്പിച്ചിട്ട് പറഞ്ഞ എന്താണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാ ചെയ്തതെന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ ഇത് ചെയ്യണേ ഒരു രാജാവിനെ പോലെ ഇത് ചെയ്യണല്ലേ. ഇനി ഈ പാർട്ടിയെ തന്നെ ഇവര് തന്നെ നയിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടാവും. കാരണം ഇവരൊക്കെ മാറ്റി നിർത്തണം. ഗോവിന്ദൻ മാഷ അടക്കം മാറ്റി നിർത്തി നല്ല ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെ കൊണ്ടൊക്കെ നയിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ നിൽക്കും. കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഓരോ പേരുകൾ ചോദിക്കാട്ടോ. മൈക്കിൾ ഇടുക്കി വിളിക്കണം, രാജൻ തൃശ്ശൂരിനെ അന്വേഷിക്കുന്നുണ്ട്, സുരേന്ദ്രൻ തൃശ്ശൂരിനെ അന്വേഷിക്കുന്നുണ്ട്, നമ്മുടെ പ്രേമൻ ചെന്നൈയിലെ പ്രേമനെ അന്വേഷിക്കുന്നുണ്ട്, കുഞ്ഞാമതിനെ അന്വേഷിക്കുന്നുണ്ട്, മണിമലയെ അന്വേഷിക്കുന്നു. മണിമല ഇന്ന് വിളിക്കുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. മണിമല പേടിച്ചോടുന്ന ആളല്ല. മറ്റുള്ളവരൊക്കെ വിളിക്കും, മൈക്കിൾ വിളിക്കേണ്ടതാണ്. ഇവരൊക്കെ എവിടെയെന്ന് പൊതുവേദിയിൽ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ അവരറിയാൻ വേണ്ടിയാണ്. അങ്ങനെ പോവില്ല. അപ്പോൾ ബാബുരാജൻ എന്നോട് പറയുന്നത്, ഈ സന്തോഷം ദിവസങ്ങൾ ജനങ്ങൾ ആഘോഷിക്കട്ടെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ന്യൂസ് 18 പൊതുവേദിയിൽ നമുക്കിതിലും ശക്തമായി പ്രതികരിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ്, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. സുരേഷ് എന്നോടൊപ്പം ചേരുന്നു മലപ്പുറത്തുനിന്ന്. സുരേഷ്, ചുരുങ്ങിയ വാക്കുകൾ, സമയം ഇങ്ങനെ അതിക്രമിച്ചു പോകുന്നുണ്ട്. സുരേഷ്, എനിക്കൊന്ന് ടെലിഫോണിൽ എന്തോ പ്രശ്നം പറ്റി. ജോർജ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. ശ്രീ ജോർജ്. ഈ പാർട്ടി ഒരു കാരണവശാലും തിരിച്ചു വരികയല്ല. കാരണം ഇവര് ഗുണ്ടായുസവും ഈ തലവെട്ടും ഈ അതുകൊണ്ട് അമ്മേനെ തല്ലിയാലും 2 വർഷം എന്ന് പറഞ്ഞാൽ അമ്മേനെ തല്ലിയാലും ഇവര് സൈഡ് പിടിക്കുന്ന പാർട്ടി ആയിരുന്നു. ഒരു കാരണവശാലും ഇനി ഇവര് കെളുത്ത് കയറാൻ യാതൊരു സാധ്യത. അതായത് സൂചി അടക്കാനുള്ള ഇട BJP കൊടുത്തിട്ട് തൂപ്പ കടത്തിക്കൊണ്ട് അവർ 10 വർഷം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഭരണം മോശമാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകളെല്ലാം BJPയിലോട്ട് എടുക്കും. അത് കാണാനിരിക്കുന്ന കളിയായത്. ശരി, അപ്പൊ ശ്രീ ജോർജിന് BJPക്കാര് 3 സീറ്റ് കിട്ടിയതിൽ ഒരു സന്തോഷം ഉണ്ടാവണം. ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല, പശ്ചിമബംഗാളിലെ കാര്യം നമുക്കറിയാലോ. പശ്ചിമബംഗാളിലെ 10 വർഷം കൊണ്ട് കയറി വന്ന് പത്രം പിടിച്ച് കണ്ടോ. ആൾക്കാര് നല്ല ഭരണം കാഴ്ചവെച്ചില്ല. ഇപ്പൊ കോൺഗ്രസ്സുകാർ കയറി എന്ന് പറഞ്ഞിട്ട് ഇവര് തമ്മിലടിച്ച അതുകൊണ്ട് ഇവര് ഗ്രൂപ്പ് കളിച്ച് തമ്മിലടി അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇവര് മുഖ്യമന്ത്രിക്ക് അടിച്ച മന്ത്രിമാരെ നിയമിക്കുമ്പോൾ അതൊക്കെ തമ്മിലടിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾ വെറുക്കും. നല്ല ഭരണം കാഴ്ചവെച്ചാൽ മാത്രമേ ഇവര് തമ്മിൽ ജോയിപ്പിൽ നിന്നിട്ട് ഭരണം കാഴ്ചവെച്ചാൽ മാത്രമേ പാർട്ടി മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ കണ്ടല്ലോ ആൾക്കാർ കാലക്രമേണ ഇവിടുന്ന് കൊഴിഞ്ഞ് അങ്ങോട്ട് ചേരും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ അനിയൻകുട്ടനൊക്കെ പായസ വിതരണം നടത്തി കഴിഞ്ഞിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ അവിടെ ലഡു വിതരണമാണോ നടത്തിയത് അനിയൻകുട്ടൻ? നമസ്കാരം. വിളിച്ചിട്ട് കൃഷ്ണനെ ഇടയ്ക്കൊക്കെ ഒത്തിരിയായി വിളിച്ചിട്ട് ഇപ്പൊ അധികം സമയമൊന്നും ഇല്ലായിരിക്കുമല്ലോ അല്ലേ? ഇല്ല. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. പിന്നെ അത് ഒരു ശരണപ്പള്ളിയും കഴിഞ്ഞിട്ട് ഞാൻ നിർത്തി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം സാറേ.
പെട്ടെന്ന്. പിണറായി വിജയനേ ശരണമായപ്പ, MP ഗോവിന്ദനേ ശരണമായപ്പ, എൻ വാസനേ ശരണമായപ്പ, ജോസ് കെ മാണിയേ ശരണമായപ്പ, കടകംപള്ളി സുരേന്ദ്രനേ ശരണമായപ്പ. സ്വാമി ശരണം. സാറേ, ഇത് BJPക്ക് കൊണ്ട് കൊടുത്ത ഈ 3 സീറ്റ് BJP കൊണ്ട് കൊടുത്ത ഈ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇത് സംശയമില്ല. ഇദ്ദേഹം തന്നെ ഇന്നലെ അവിടെ പരാജയപ്പെട്ടു പോട്ടതാ. 7 റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുട്ടിടി നിന്നത്. അദ്ദേഹം പറയാം, അദ്ദേഹം ധാരണയായിട്ട് ജനങ്ങളോട് ഈ 5-10 വർഷം മുഖ്യമന്ത്രി ധാരണയായിട്ടുണ്ട് ജനങ്ങളോട് കടപ്പാടുള്ള ഒരു മുഖ്യമന്ത്രിയാണുണ്ടോ. അദ്ദേഹം രാജിവെച്ച് പോകണം. 50,000 വോട്ടിന് മോള് ജയിച്ച പുള്ളിയാ. വ്യക്തമാണ്. അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ അബ്ദുൾ റഷീദ് അവിടെ ഒരു പോരാട്ടം തന്നെയാണ് നടത്തിയത്. KG കുമാർ വന്നിട്ടുണ്ട്. KG കുമാറിന്റെ കണക്കുകൾ BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്നായിരുന്നു. 3 സീറ്റ്. അതെ അതെ, കുറഞ്ഞത് 5 സീറ്റ് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ 3 സീറ്റേ കിട്ടിയുള്ളൂ. പോട്ടെ, സാരമില്ല. 3 കിട്ടിയത് 5 പ്രതീക്ഷിച്ചു, 3 കിട്ടി. 5 മിനിമം 5 സീറ്റ് കിട്ടും എന്നാണ് വിചാരിച്ചത്. ഒരുപാട് സ്ഥലത്ത് 2 സ്ഥാനം. പക്ഷെ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഒരു ചെറിയ മാർജിനിൽ അവസാനം മാജിക് നമ്പർ മറികടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. ഇത്രയും ദയനീയ തോൽവി വരുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞ ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ MLA-മാരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ A. റഹീമിനെ പോലുള്ള ഇംഗ്ലീഷ് പണ്ഡിതന്മാർ രാജ്യസഭയിലേക്ക് പോകില്ലല്ലോ. അങ്ങനെ ഒരു നേട്ടമുണ്ട്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇന്ന് കുറെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കാം. സദാശിവൻ നായർ എന്നോടൊപ്പം ചേർന്ന് ഇങ്ങനെ കമന്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനു, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേല, കൊട്ടാരക്കരയും ബേപ്പൂറും കൂടി മാറേണ്ടതായിരുന്നു, അത് ദുഃഖമായി നിലനിൽക്കുന്നു, മണലൂരിലെ റിസൾട്ട് സന്തോഷം നൽകുന്നു എന്ന് എന്നോട് സദാശിവൻ നായർ പറയുന്നു. അപ്പോൾ സദാശിവൻ നായരൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഇതാണ് വർഗീസ്. അപ്പം എന്നോട് ഒപ്പം സുരേന്ദ്രൻ പാലാട്ട് എന്നോട് പറയുന്നു, LDF ഭരണം കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ UDF ഇത്രയും ഭൂരിപക്ഷം കിട്ടുമായിരുന്നില്ല. വോട്ടെണ്ണതിൻ്റെ പിറ്റേ ദിവസം തന്നെ K. സുരേന്ദ്രൻ ഫ്ലെക്സ് നാടൻ ബോംബെറിഞ്ഞ് തകർത്തു എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ മണിമലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തോൽവി തന്നെ എന്ന് സമ്മതിക്കുകയാണ് മണിമല. അപർണ എന്നോട് പറയുന്നു, നമ്മുടെ ബഡ്ഡിംഗ് ജേർണലിസ്റ്റായ അപർണ പറയുന്നത്, CPM ഒരിക്കലും ഈ ഒരു തോൽവിയിൽ തളർന്നു പോകില്ല, പാർട്ടിയല്ല ശക്തമായി തിരിച്ചു വരും, ഞങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കും, മികച്ച പ്രതിപക്ഷമായി എന്താണെന്ന് കാണിച്ചു തരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനത് കാണാനിരിക്കുകയാണ്. അമ്പാടി പറയുന്നു, എന്നെ എടുത്തിട്ട് ഭരിക്കാൻ കുളം തോണ്ടി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഭരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്ലാഡിയേറ്റർ ചേരുന്നുണ്ട്. KC മുഖ്യമന്ത്രിയാകും, BJPക്ക് ഒരു MP കൂടി വേണം എന്ന് പറയുന്നു. വൈ ഡിഡ് യു ചൂസ് ദിസ് ഷർട്ട് ടുഡേ എന്ന് പറഞ്ഞാൽ ഇത് പലരും എന്നോട് ചോദിച്ചു, ഞാൻ ഈ ഷർട്ട് ഇട്ടതിൻ്റെ കാരണം BJPക്കാർ ജയിച്ചുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ല കേട്ടോ, ഇത് ഞാനതുകൊണ്ടൊന്നല്ല, ഞാൻ കിട്ടിയൊരു ഷർട്ട് എടുത്തിട്ട് വന്നു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ AK കൃഷ്ണൻകുട്ടി ചുവന്ന ഹൃദയമൊക്കെ സുനിൽകുമാറിന് അയച്ചു കൊടുക്കുന്നുണ്ട്. രേഷ്മ രാജേഷ് ചേർന്നിട്ട്, കുട്ടൻ വിളക്കത്തല എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കുട്ടൻ വിളക്കത്തിലെ കൈയൊക്കെ ഉയർത്തുകയാണ് UDF സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട്. ലീലാം എന്നോട് പറയുന്നു, തോൽവിയിൽ നിന്ന് പഠിച്ച് അടുത്ത 5 വർഷത്തിനുള്ളിൽ പാഠം പഠിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. KG കുമാർ ഫർഗോട്ട് ദി ഫാക്ട് ദാറ്റ് മലയാളീസ് ആർ നോട്ട് ബീഹാറീസ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഷിജു അങ്ങനെ ശക്തിമാനുണ്ട്, ഞാനും 5 സീറ്റ് പ്രതീക്ഷിച്ചു എന്ന്. അത് ഞാൻ പറഞ്ഞാലും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത പ്രേക്ഷകൻ കൃഷ്ണകുമാർ ഹൈദരാബാദ് എന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ, നമസ്കാരം. ഹൈദരാബാദിലെ മലയാളികൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വിശാലമായി ചർച്ച ചെയ്തോ? ഹൈദരാബാദില് ഞാനിപ്പോ തെലങ്കാന സ്റ്റേറ്റിലാണല്ലോ, ഹൈദരാബാദ്. അതെ. അതായത് ഇപ്പൊ കോൺഗ്രസ് അവിടെ ജയിച്ചു. പക്ഷേ കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നടപ്പാക്കുമോ എന്നുള്ളൊരു ഭയത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം ഞാനിവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നിസ്സാര ഉദാഹരണം പറയാം. സ്ത്രീകൾക്ക് ബസ്സില് സൗജന്യം കൊടുക്കണം. ഞാനൊരു സ്ത്രീ വിരുദ്ധനൊന്നല്ല, പക്ഷെ യാഥാർത്ഥ്യം പറയാണ്, ഇവിടെ കൊടുക്കുന്നുണ്ട്. 8 കിലോമീറ്റർ ആണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സെക്കന്ദരാബാദിലേക്കുള്ളത്. എനിക്ക് ഇവിടുന്ന് സെക്കന്ദരാബാദ് വരെ പോകണമെന്നുണ്ടെങ്കിൽ 40 രൂപ കൊടുക്കണം. ഇതേ നടപടി തന്നെ കേരളത്തിൽ നടപ്പാക്കിയാൽ ഞാൻ അവിടെ 18 കിലോമീറ്റർ ദൂരത്തിലാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് ജനിച്ച സ്ഥലം. അവിടുന്ന് കൊടുക്കുന്ന ചാർജ് 23 അവിടെ ഇപ്പൊ യാത്ര ചെയ്യണമെങ്കിൽ ജെൻസിന് യാത്ര ചെയ്യണമെങ്കിൽ 60-70 രൂപ കൊടുക്കേണ്ടി വരും. ഒരു ഡെയിലി കമ്മ്യൂട്ടറിന് 20,000 25,000 സാലറി കിട്ടുന്ന ഒരു ഡെയിലി കമ്മ്യൂട്ടറിന് തൃശ്ശൂർ പോയി ജോലി ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ മാസം എത്ര രൂപ അയാളുടെ ചെലവിൽ വർദ്ധിക്കും. ഇതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, തെലങ്കാനയിൽ ഇപ്പോ 2 ആഴ്ച ആയുള്ളൂ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ജീവനക്കാര് സ്ട്രൈക്കിലായിരുന്നു. അത് തീർന്നു. ഇപ്പോ അവരുടെ ആവശ്യം എന്തായിരുന്നു വെച്ചാൽ പെൻഷനും ശമ്പളവും കിട്ടുന്നില്ല. ഈ ഒറ്റ കാരണത്തില് ഇതെല്ലാം അവിടെ ഗണേഷ് കുമാർ നല്ലതോ ചീത്തയോ ആവട്ടെ, ഇടത് ഭരണം അവർ ചെയ്ത വികസന കാര്യങ്ങൾ കുറെ ഉണ്ട്.
അതിന്റെയൊക്കെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത, പണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞ പോലെ തിരിച്ചു വരാൻ പറ്റാത്ത ദൂരത്തേക്കൊന്നല്ല ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ തിരിച്ചു വരന്നെ ചെയ്യും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പൊ CPM-ന്റെ അഴിമതിയും ശബരിമല കൊള്ളയും എല്ലാം കോൺഗ്രസ് പുറത്തു കൊണ്ടുവരുമോ, അല്ലെങ്കിൽ പഴയതുപോലെ വീതം വെക്കുമോ? ഇത്രയും ആയി മതി നടന്ന കേരളത്തിൽ ആകെ ജയിലിലായത് ഒരു ബാലകൃഷ്ണ, ഇത്രയും അഴിമതി നടന്ന കേരളത്തിൽ ആകെ ജയിലിലായത് ഒരു ബാലകൃഷ്ണ പിള്ള മാത്രമാണെന്ന് അജിത് കുമാർ എന്നോട് പറയുന്ന ഗൗതം നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൗതമിനെ കാണാനില്ലെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൗതം എത്തിയിട്ടുണ്ട്. മനു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാരണക്കാരൻ ഒന്ന് തോൽക്കാൻ ഉണ്ടായ കാരണക്കാരൻ ഒന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണെന്നാണ് പറയുന്നത്. അതെന്താണ് പാവം ഗോവിന്ദൻ മാഷ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തുകൊണ്ടായിരിക്കും അല്ലേ? അത് പിന്നെ ഭാര്യ ആയതുകൊണ്ടല്ലെന്നേ, അത് അവരും ഒരു പാർട്ടി പ്രവർത്തകയാണ് എന്നാണ് അവർ പറയുന്നത്. ഇതാണ് അവരുടെ ന്യായീകരണം കേട്ടോ, എനിക്കറിയില്ല. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ ആളെ ജനം വീട്ടിലിരുത്തി എന്നാണ് കുട്ടൻ വിളക്കത്തല എന്നോട് പറയുന്നത്. കുട്ടൻ വിളക്കത്തലയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. കുട്ടൻ വിളക്കത്തല എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ലക്ഷ്മണൻ JK ഹായ് എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൺഗ്രാജുലേഷൻസ് ടു NDA എന്ന് സൗമ്യ പറയുന്നു. ശാന്തകുമാരി എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. ഇലക്ഷൻ റിസൾട്ട് എന്തായാലും സന്തോഷം നൽകുന്ന മുൻകാല അനുഭവം മനസ്സിലാക്കി പുതിയ സർക്കാർ നന്നായി ഭരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് ശ്രീ ശാന്തകുമാരി എന്നോട് പറയുന്നു. കൺഗ്രാജുലേഷൻസ് ടു NDA എന്ന് സൗമ്യ പറയുന്നു. അയ്യപ്പൻ ജയിച്ചു, സ്വർണം കട്ടവൻ തോറ്റു എന്നൊക്കെ ശക്തിമാനും ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട്. ഞാൻ എങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ഒരിച്ചാണ് ഈ സെക്രട്ടറിയുടെ കാലത്ത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഏതായാലും കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ഇന്ന് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം പരാജയം ഒക്കെ നേരിടാൻ കഴിവുള്ള മനക്കരുത്തുള്ള ഒരു പ്രവർത്തകനാണ് ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്ന് എനിക്കറിയാം. തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് തിരിച്ചു വരും എന്ന് കൃഷ്ണൻകുട്ടി മണിമല പറയുമ്പോൾ അത് നടക്കുമോ? നമസ്കാരം. നമസ്കാരം. കൃഷ്ണൻകുട്ടി മണിമല ഇന്ന് വിളിക്കില്ലെന്ന് പലരും വിചാരിച്ചെന്ന് തോന്നുന്നു. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ പലതവണ പറഞ്ഞു കൃഷ്ണൻകുട്ടി മണിമല ആര് വിളിച്ചില്ലെങ്കിൽ എന്ന് വിളിക്കും. എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നമ്മളിത് കാണുന്നതാ. 1957 അധികാരത്തിൽ വന്നതിന് ശേഷം 59 പിരിച്ചുവിട്ടു. പിന്നെ 87 അധികാരത്തിൽ വരുന്നിടം വരെ വെറും 6 വർഷം മാത്രമാണ് ഇടയ്ക്ക് അധികാരത്തിൽ വരാൻ CPM-ന് പറ്റിയത്. അതായത് 57 മുതൽ 87 വരെയുള്ള 30 വർഷക്കാലത്തിനിടയിൽ വെറും 6 വർഷം. അന്നിട്ട് CPM-ഉം LDF-ഉം ഒന്നും ഒലിച്ചു പോയില്ല, ഇടതുപക്ഷം ഒന്നും ഒലിച്ചു പോയില്ല. വീണ്ടും ജനം വിചാരിച്ചത് ഇടതുപക്ഷം തന്നെ. ആളുകൾ പറയുന്നതൊക്കെ അത് പഴയ നൂറ്റാണ്ടിലെ കഥയാണ്, ഇത് പുതിയ നൂറ്റാണ്ടാണ്, ജൻസികളുടെ നൂറ്റാണ്ടാണ്, പലയിടത്തും തിരിച്ചു വരുന്നില്ല. അതൊരു വലിയ ആശങ്കയാണ്. 87 എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടായിരുന്നു. 2016 എത്തിയപ്പോ അത് 21ാം നൂറ്റാണ്ടായി. 2026 ആയപ്പം പിന്നെയും കഴിഞ്ഞില്ലേ, ഒരു നൂറ്റാണ്ടിന്റെ കാൽഭാഗവും കഴിഞ്ഞു. അപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷം തന്നെയാണ്, CPM ആണ്, പിണറായി ആണ്, എല്ലാവരും ആണ്. പിണറായി TV സ്ക്രീനിൽ വരാൻ ജനം കാത്തിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. മറന്നുപോയോ അതൊക്കെ? എല്ലാ ദിവസവും 6 മണിയാകുമ്പോ പിണറായിയെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരാത്തത് നാളുകളായിരുന്നു അതൊക്കെ. ആ നാളുകൾ എന്തായിരുന്നു എന്ന് ഓർക്കുന്നത് നല്ലതല്ലേ? ആ നാളുകൾക്ക് അവര് അതിന് കൃത്യമായ ഒരു സമ്മാനവും നൽകി തുടർ ഭരണം. അതേ പിണറായി തന്നെയാണ് ഇപ്പോഴും ഇറങ്ങിപ്പോകുന്നത്. 21 അന്ന് തുടർ ഭരണം നൽകിയ ജനങ്ങൾ ഇന്ന് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമുണ്ട് എന്നുകൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അതിന്റെ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തോൽക്കാൻ സാധ്യതയില്ല, തോൽക്കുന്നെങ്കിൽ വളരെ അപകടകരമായ ഒരു കാര്യം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. വർഗീയ ഏകീകരണം നടക്കുമെന്നൊക്കെ പറഞ്ഞു. അതാണോ ജനം ഭരണവിരുദ്ധ വികാരവും പിണറായി സത്തിനെതിരെയും വോട്ട് ചെയ്യും എന്ന് അതിന് മറുപടിയാന്ന് റഷീദ് കൊയിലാണ്ടിയും പറഞ്ഞു. ആ അപകടകരമായ കാര്യം നടന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കുഞ്ഞാലിക്കുട്ടിക്ക് 85,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അത് കിട്ടിയ വോട്ടല്ല, ഭൂരിപക്ഷം 85,000 എന്ന് പറഞ്ഞാൽ പിണറായിയോട് ഇടതുപക്ഷത്തിനോടും എന്തുമാത്രം വിരോധം വരുന്നിട്ടുണ്ട് ചിലരുടെ സ്ഥലങ്ങളിൽ, ചില ആളുകളുടെ മനസ്സുകളിൽ എന്ന് തെളിയിക്കുന്നതാണ് ഈ 85,000 ഭൂരിപക്ഷം. 85,000 വോട്ടല്ല. ഇതേ ആളുകൾ 5 വർഷം മുമ്പ് വലിയ ഭൂരിപക്ഷം നൽകി അധികാരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോ എന്തോ പറ്റിയത് അന്ന് അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന എതിർ ശക്തികൾക്ക് മനസ്സിലായി ഇടതുപക്ഷത്തിനെ തോപ്പിക്കാനും CPM-നെ തോപ്പിക്കാനും ക്ഷേമവും പുരോഗതിയും വികസനവും ഒന്നും അല്ല ആയുധം ഇതാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു നേതാവ് പ്രസംഗിച്ചത് മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന്.
ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ ഈ മതം കൊണ്ട് ഏതായാലും ശ്രീ കൃഷ്ണൻകുട്ടിക്ക് നമ്മുടെ ഗൗതം ഒരു ഉപദേശം നൽകുന്നുണ്ട്. ഗോവിന്ദൻ മാഷ മാറ്റിയില്ലെങ്കിൽ ഇനിയും തിരിച്ചടി ഉണ്ടാകുമെന്ന്. EMS വരെ ചീത്ത പറഞ്ഞ നാടല്ലേ കേരളം? അല്ല, ഇത് ഗൗതം ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതിലും വലുതാണോ ഗോവിന്ദൻ മാഷ്? അല്ല, ഈ ഗൗതം കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം പറയുന്നത് നിരാശയുണ്ട്, നമുക്ക് നല്ല നിരാശയുണ്ട്. പക്ഷേ അതായത് ഗൗതം എന്ന കാസർഗോഡുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം പറയുന്നു തീർച്ചയായും കൃഷ്ണൻകുട്ടി മണിമലി എനിക്ക് നല്ല നിരാശയുണ്ട്, പക്ഷെ ഗോവിന്ദ മാഷ മാറ്റിയില്ലെങ്കിൽ ഇനിയും തിരിച്ചടി നേരിടും എന്ന് പറയുന്നുണ്ട്. ഗോവിന്ദ മാഷല്ല, സാക്ഷാൽ AKGയെ ചീത്ത പറഞ്ഞ നാടാണ് കേരളം. EMSനെ ചീത്ത പറഞ്ഞ നാടാണ് കേരളം. ഗൗരിയമ്മയെ ഭത്സിച്ച, അപഹസിച്ച, അവഹേളിച്ച നാടാണ് കേരളം. ആ നാട്ടിൽ ഗോവിന്ദ മാഷ് എന്ത് തെറ്റ് ചെയ്തു? ഗോവിന്ദ മാഷ് വളരെ അന്തസ്സായിട്ട് CPM-നെ ഇടതുപക്ഷത്തെ നയിക്കുന്നുണ്ട്. ഒരു അഴിമതിയും കാണിച്ചിട്ടില്ല. യാതൊരു ദുർഗുണ പരിഹാര പാഠശാലയിലും പോകേണ്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഗോവിന്ദ മാഷിനെയൊക്കെ പറയുന്നത് എന്തെങ്കിലും പറയാമെന്ന് വെച്ചിട്ടാണ്. അടിസ്ഥാനപരമായ കാരണം ഞാൻ പറഞ്ഞതാണ്. അത് കേരളത്തിന് വളരെ അപകടം ചെയ്യുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, BJP കിട്ടിയ അങ്ങോട്ട് വേറൊരാൾ അനിൽകുമാർ ചോദിക്കുന്നു, വാട്ട് വിൽ ഹാപ്പൻ ടു ക്ലിഫ് ഹൗസ് ഗോശാല? വിൽ പിണറായി വിജയൻ ടേക്ക് ദ കൗ വിത്ത് ഹിം? അയ്യോ, ആ ചോദിച്ച ആളുടെ വയസ്സെന്താ അന്വേഷിക്കണം ആദ്യം. ആ ആളിന് അറിയില്ലായിരിക്കും ആ ഗോശാലയും അതൊക്കെ ഉണ്ടാക്കിയത് ആരാണെന്ന്. അതൊന്നും ഉണ്ടാക്കിയത് പിണറായി വിജയനല്ല. നന്നാക്കിയേ ഉള്ളൂ അല്ലേ? എനിക്ക് മനസ്സിലായി. ഇടിച്ചു നടത്തിയില്ലെന്നേ ഉള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. അത്രേ ഉള്ളൂ പിണറായി ചെയ്ത കാര്യം. അവിടെ പിണറായി വിജയൻ പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെന്ന് പോകുന്നേ ഉള്ളൂ. കാരണം അത് ഇറങ്ങി പോകുന്നവർക്ക് ഉപയോഗിക്കാം. തന്റെ ഇടം ഉണ്ടെങ്കിൽ ഇനി കയറുന്നവരെങ്കിൽ ആ ഗോഡശാല ഇടിച്ചു നിർത്തട്ടെ. അതല്ലേ അവർ ചെയ്യേണ്ടത്. ഈ വേണ്ടാതിനം പറയുന്നതിന് പകരം രാഷ്ട്രീയമായിട്ട് തന്നെ പറയണം. അത് ചെയ്യാത്തതാണ് പ്രശ്നം. ശരി. ഓക്കെ, അപ്പൊ വ്യക്തമായി അങ്ങ് പറഞ്ഞത് കൃത്യമായി. അപ്പൊ ശിവദാസൻ TK എന്നോട് പറയുന്നത് CPM has to discuss about the secretary's performance without one fail. CPM has to discuss the secretary's performance without fail. He could not control the government while deviating party policy എന്ന് പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് സർക്കാർ വ്യതിചലിക്കുമ്പോൾ അത് നിയന്ത്രിക്കാൻ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നു. നിയമം ജയിച്ചത് SDPI വോട്ട് കൊണ്ടല്ല എന്ന് ശക്തിമാൻ പറയുന്നു. അപ്പോൾ സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു. നൗ ഈവൻ EVM മെഷീൻ ഇസ് ഗുഡ് ഇൻ ദി ഇലക്ഷൻ. വി ആർ ഹാപ്പി ടു ഗെറ്റ് 3 സീറ്റ്സ് ഇൻ കേരള ആൻഡ് 22 സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് 17 ചീഫ് മിനിസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നത്. അപ്പോൾ സതി ബാബുരാജൊക്കെ ബംഗാൾ വിജയം ആഘോഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഒപ്പം മുഹമ്മദ് ആരിഫ് ചേർന്നിട്ടുണ്ട്. അടുത്ത 5 വർഷം UDF ഭരിക്കും, UDF പ്രതിഷേധിക്കും, LDF പ്രതിഷേധിക്കും, അതായിരിക്കും നടക്കുക എന്ന് എന്നോട് പറയുന്നു. ബാബുരാജൻ കാഞ്ഞിരമ്പുഴ എന്നോട് പറയുന്നു, മണിമലയുടെ സംസാരം കേൾക്കുമ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ ഗോവിന്ദൻ മാഷ മാറ്റി കൃഷ്ണൻകുട്ടി മണിമലയെ സെക്രട്ടറി ആക്കണമെന്ന്. അത് തെറ്റില്ല കേട്ടോ. അദ്ദേഹം ഒരു പരിണിതനായ ഒരു പ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. അതൊക്കെ പിന്നെ അവരുടെ പാർട്ടിക്കാരും. ഓക്കെ, അപ്പം ഇങ്ങനെ മണിമലയുടെ പ്രതികരണത്തിന് കുറേ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വിജയൻ കൊല്ലത്ത് നിന്ന് എന്നോട് ഒപ്പം ചേരുന്നു. ശ്രീ വിജയൻ, കൊല്ലത്തൊരു താമര വിരിയും എന്ന് ശ്രീ വിജയൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് കൂടുതൽ താമരകൾ വിരിയും, പാലക്കാട് താമര വിരിയും എന്നൊക്കെ പ്രതീക്ഷിച്ചു അല്ലേ? നമസ്തേ സാറേ. നമസ്കാരം. ഞാൻ പറഞ്ഞത് 5 സീറ്റിനകത്തും 10 സീറ്റിനും ഇടയ്ക്ക് പിടിക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് 3 സീറ്റ് ആയിപ്പോയി. അതിന്റെ എല്ലാം കാരണം ഞാൻ കാണുന്നത് എന്താണെന്നറിയാം സാറേ, അതായത് ഇവരുടെ ഈ കൊള്ളരുതായ്മ അത്ര കൂടുതലായതുകൊണ്ട് ആ വോട്ടുകൾ, BJPയുടെ വോട്ടുകള് മറ്റ് പാർട്ടിയിലോട്ട് പോയിക്കഴിഞ്ഞാൽ, ഒരു BJPക്ക് കിട്ടുന്ന വോട്ട് പോയിക്കഴിഞ്ഞാൽ ഒരു കാരണവശാൽ അവർ വീണ്ടും തിരിച്ചു വരുമോ എന്ന് വിചാരിച്ച് UDFന് വോട്ട് പോയതാണ്. അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ വോട്ട് ഇവർക്ക് ഒരു കാരണവശാലും കിട്ടിയോ, ഇത്രയും സീറ്റ് കിട്ടുകയോ ഒന്നും ചെയ്യത്തില്ല. ഒരു കാരണവശാലും അതുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ പിന്നീടൊരു കാര്യം കൂടെ ഞാൻ പറയാൻ സാറേ, ഈ പറഞ്ഞ കണക്ക് ഇദ്ദേഹത്തിന്റെ മുഖമൊക്കെ തുടക്കത്തിൽ തന്നെ കാണാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വന്നപാടെ കടക്കൂപുറത്തെന്ന് പറഞ്ഞ കാര്യങ്ങൾ മുതൽ ഈ അവസാനം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വീട്ടിൽ പോയി ചോദിച്ച്, അതുവരെയുള്ള കാര്യങ്ങൾ എടുത്താൽ ഒരു മനുഷ്യനും ആ മുഖം കാണണമെന്ന് ഒരു കാരണവശാലും ആഗ്രഹിക്കത്തില്ല. ശരി, അപ്പോൾ സമയം കൂടുതൽ ഇന്ന് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് സമയം ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും സുബ്രഹ്മണ്യൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ സുബ്രഹ്മണ്യത്തിലേക്ക് വരുമ്പോൾ
സഫീന സുൽഫി എന്നോട് പറയുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇനിയെങ്കിലും നമ്മൾ പ്രവർത്തിക്കണം. അത് CPM-കാരോടാണ് പറയുന്നത്. മലയാളികൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്, ഏകാധിപത്യ മനോഭാവം ഒരു നേതാവിനും ചേർന്നതല്ല എന്ന് പറയുന്നു. ഗൗതം പറയുന്നു, എനിക്ക് പറയാനുള്ളത് പണ്ടത്തെ ചരിത്രം കൃഷ്ണൻകുട്ടി മണിമലയോടാണ്. പണ്ടത്തെ ചരിത്രം CPM-ന് പറഞ്ഞിട്ട് ഗുണമില്ല, ഇപ്പോൾ പുതിയ കാലത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വേണം എന്ന തരത്തിലാണ്. ഇങ്ങനെ ഇത് ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ കഴിയാത്തത്. ചിലപ്പോൾ CPM പറഞ്ഞിട്ട് ഗുണമില്ല, പണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഇനിയുള്ള കാലത്ത് ആധുനിക കാലത്ത് ആ പുതിയ രീതിയിൽ ചിന്തിക്കണം എന്ന് ഗൗതം പറയുന്നു. അപ്പോൾ സബീന സുൽഫി പറയുന്നു, സബീന സുൽഫിയുടെ ഭർത്താവ് കോൺഗ്രസ്സുകാരനാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി കാണുമെന്ന് ഈ ഗോളാന്തരം ഇങ്ങനെ അവിടെ ഇരുന്ന് ആളുകളേക്ക് കളിയാക്കുകയാണ് ഇതിനകത്തിരുന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ഏതായാലും സബീന പറയുന്ന അവർക്കും സന്തോഷം തന്നെ റിസൾട്ട് വന്നപ്പോൾ എന്നാണ് അവരും പറയുന്നത്. സെബാസ്റ്റ്യൻ CA ഞാൻ കാത്തിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ CA വന്നിട്ടുണ്ട്. കോൺഗ്രസ് തീട്ടിരുന്നെങ്കിൽ തീർന്നതിനെ BJP, കോൺഗ്രസ് തീർന്നതിനെ BJP ആയേനെന്ന്. ഓക്കെ. അനിൽകുമാർ എന്നോട് പറയുന്നു, hope the brilliant IAS officer Dr. Ashok Kumar and Prashant get reinstigated. The black sheep Abraham and the chief secretary should be changed എന്ന് പറയുന്നു. BJP-യും അടുത്ത 5 വർഷം പ്രതിഷേധിക്കുമെന്ന് എന്നോട് മുഹമ്മദ് ആരിഫ് പറയുന്നു. കോൺഗ്രസ് തോറ്റിരുന്നെങ്കിൽ എന്ന് സെബാസ്റ്റ്യൻ CA ആഗ്രഹിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചുരുങ്ങിയ വാക്കുകളിൽ ഇനി നമ്മുടെ രാജിക്കുട്ടി കുന്നിക്കോടുന്നു. രാജിക്കുട്ടി, നമസ്കാരം സാറേ. നമസ്കാരം. ചെറിയ വാക്കുകൾ, സമയം ഇങ്ങനെ തീരുന്നു. ചെറിയ വാക്കുകൾ മാത്രമേ ഉള്ളൂ. UDF അധികാരത്തിൽ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളൊരു മന്ത്രിയെ ഞങ്ങൾ തോപ്പിച്ചു. എന്നോട് രാജിക്കുട്ടിയാന്ന് പറഞ്ഞിരുന്നല്ലേ മന്ത്രി തോൽക്കുമെന്ന്. അതെ. ഗണേഷ് കുമാർ തോറ്റു, പക്ഷെ അദ്ദേഹത്തിനോട് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അവസാനത്തെ വാക്കുകളൊക്കെ ഭയങ്കര വേദനിപ്പിച്ചവരാ, ഒത്തിരി വേദനിപ്പിച്ചു. പിന്നെ ഈ ഗവൺമെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. ഒന്നുമില്ലാത്ത ഒരു കാലിയായ ഇതാണ് ഇപ്പോഴുള്ളത്. ശരി, അപ്പൊ സമയക്കുറവ് കൊണ്ടാണ്. ഓക്കെ, വ്യക്തമാണ്. സുബ്രഹ്മണ്യൻ പെരുമ്പാവൂർ നിന്നാണ്. സുബ്രഹ്മണ്യൻ, നമസ്കാരം. മനസാറേ, പാവപ്പെട്ടവന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഭരണത്തിൽ പാവപ്പെട്ടവനെ കൂടി തോന്നണം. ആ രീതിയിൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങാൻ രണ്ടാം സർക്കാരിന് കഴിഞ്ഞില്ല. മറൈക്കുട്ടി ചേർത്തിയൊക്കെ പിച്ചപാത്രം എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റ് ലക്ഷറി വണ്ടിയില് കേരളം ചുറ്റുകയായിരുന്നു. ഇതൊക്കെ പാവപ്പെട്ടവന്റെ സമയക്കുറവ് കൊണ്ടാണ്. ഏതായാലും അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു കാര്യം, ഞാൻ വോട്ട് ചെയ്ത പാർട്ടി തോറ്റു. പോട്ടെ. അത് LDF അല്ല, ആന പാർട്ടി. ആന മായാവതി. പോട്ടെ, സാരമില്ല. അവര് പിന്നെ കേരളത്തിൽ ക്ലച്ച് പിടിച്ച് വരുന്നേ ഉള്ളൂ. നോക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന പാർട്ടിയാണെന്ന് പറഞ്ഞതാണ് സാറിനോട്. ഓക്കെ, അപ്പൊ ഞാൻ വാച്ച് ചെയ്ത് സമയക്കുറവ് കൊണ്ടാണ്. നമുക്ക് ഒരു ദിവസം കൂടുതൽ സംസാരിക്കാം. ശ്രീകുട്ടി സന്തോഷ് എന്നോട് പറയുന്നു, തോൽവി ഇരു കൂട്ടർക്കും ഉള്ളതാണ്. കഴിഞ്ഞ തവണ UDF ആയിരുന്നു, ഇത്തവണ LDF ആയി. ഭരണം നന്നായാൽ മതി എന്ന് ശ്രീകുട്ടി എന്നോട് പറയുന്നുണ്ട്. ഓക്കെ ശ്രീകുട്ടി. അപ്പോൾ നമ്മുടെ SKC പറയുന്നു, ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു ഫോർ റീഡിങ് മൈ മെസ്സേജ് എന്ന് സൗമ്യ. SKC എന്ന് വെച്ചാൽ സൗമ്യയാണ്. സൗമ്യ, താങ്ക് യു സൗമ്യ മെസ്സേജ് അയക്കുന്നത് തന്നെ ഒരു സന്തോഷം. അപ്പോൾ BJP-യുടെ വോട്ട് ശതമാനം 12 കുറച്ച് ബാക്കി വോട്ടൊക്കെ UDF-ന് കൊടുത്തു എന്ന് കൃഷ്ണൻകുട്ടി അവിടെ പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റഷീദ് കൊയിലാണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. റഷീദ് കൊയിലാണ്ടി, ശ്രീ റഷീദ്, അവിടെ ഭയങ്കരമായ ആഘോഷമൊക്കെ കഴിഞ്ഞോ? മനസ്സിൽ നിറയെ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടിയുടെ കണക്കുകൂട്ടലുകൾ അക്ഷരം പ്രതി ശരിയായി അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, UDF തരംഗമല്ല, UDF സുനാമിയാണ് അടിച്ചത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇടതുപക്ഷ കോട്ടകൾ തകർത്ത് തരിപ്പണമായി നിലംപരിശാക്കി ഇട്ടാണുള്ളത്. ഇവരുടെ ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പാഠം പഠിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് നീങ്ങിയിട്ടില്ലെങ്കിൽ ഈ കൃഷ്ണൻകുട്ടിയൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ബംഗാളില്ല, ത്രിപുരയില്ല, കേരളവുമില്ല, ഇപ്പൊ ഇവിടെയില്ല. ഈ ഒരു പോയാൽ തിരിച്ചു വരുമായിരുന്നു. ഇപ്പൊ പോയ പോക്കാണ്, തിരിച്ചു വരുന്നില്ല. പോയ പോക്ക. എവിടെ? ത്രിപുരയിൽ എവിടെ? ബംഗാളിൽ എവിടെ? കേരളത്തിൽ ഇതേ അവസ്ഥ വരും. നിങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയിട്ടില്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പോഴത്തുള്ള ഭരണപക്ഷം കേരളത്തിൽ ഇന്നേ വരെ ഒരു മുന്നണിക്കും, അതായത് UDF-നായാലും LDF-നായാലും ഇല്ലാത്ത വൻ ചരിത്ര ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ UDF അധികാരത്തിൽ. സമയക്കുറവുകൊണ്ടാണ്. റഷീദ് കൊയിലാണ്ടിക്ക് കൺഗ്രാജുലേഷൻസ്, പ്രവചനം കറക്റ്റായി. ഒപ്പം അങ്ങയുടെ പാർട്ടി നേതാവും വിജയിച്ചു, അവിടെ സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു അല്ലേ? കൊയിലാണ്ടിയിലല്ലേ?
കൊയിലാണ്ടിയിൽ അതെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ജയിച്ചു. ഏതായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ, കേരളത്തിലെ മൊത്തം ജനാധിപത്യ മതേതര കക്ഷികൾ ആഗ്രഹിക്കുന്ന പോലെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, ഒരു ഗവൺമെന്റ് അടുത്ത ദിവസം ഒന്നുകിൽ 9-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി അധികാരം എടുക്കും. ശരി, അപ്പൊ ഓക്കെ, സമയക്കുറവ് കൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. സന്തോഷ് കാസർഗോഡ്. സന്തോഷ്, സമയം ഇങ്ങനെ അവസാനിച്ചു, ഒറ്റ മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചുരുക്കി പറയണം. സന്തോഷ് പറഞ്ഞു കറക്റ്റായി. ഹലോ, സന്തോഷ് പറഞ്ഞ കറക്റ്റ് ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ 87 മുകളിൽ പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 87 ഞാൻ ഇത്ര വലിയൊരു വിജയം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ 5 തവണയായി ഞാൻ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നു, തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ. അതിൽ ഞാൻ എന്റെ ആദ്യത്തെ വോട്ട് ഉപകാരമായി എന്ന് തോന്നുന്നത് എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ഈ പയ്യന്നൂർ മണ്ഡലത്തിലുണ്ട്. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കള്ള വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവരെ തന്നെ പറഞ്ഞു വിട്ടു. അവരെന്ത് കുഞ്ഞുസന് വോട്ട് ചെയ്തു, 2-3 വോട്ടുകൾ. സത്യമാണത്. കാരണം കുഞ്ഞുസാറിന് മധുസൂദനെ വോട്ട് ചെയ്യാൻ വേണ്ടി ഈ പാർട്ടിക്കാരെന്നെ പറഞ്ഞു വിട്ടു. അവര് പോയിട്ട് 2-3 വോട്ടുകൾ കുഞ്ഞുസാറിന് ചെയ്തു. ആ അവസ്ഥയിലേക്ക് വേറെ പോയി. ഇനിയെങ്കിലും ഈ വിളിക്കുന്ന ആൾക്കാരെങ്കിലും ചിന്തിക്കണം. 79-ലും 89-ലും കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്തുള്ള എന്താണ് നടക്കുന്നത് എന്ന് ചിന്തിക്കണം. ഇത് പാർട്ടിയെ തകർത്തത് പാർട്ടിക്കാർ തന്നെയാണ്. നിങ്ങൾ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി എന്റെയും ആഗ്രഹം. കാരണം മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചു വന്നില്ലെങ്കിൽ ഇവിടെ അതായത് BJP അധികാരത്തിലേക്ക് വരും. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചു വരണം. നല്ലൊരു പ്രതിപക്ഷം. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. സന്തോഷ് ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ അത് സന്തോഷം. അപ്പൊ സന്തോഷിന് ആദ്യമായ ഒരു വോട്ട് ചെയ്ത് ഉപകാരപ്രദമായി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ടുള്ള വോട്ട് ചെയ്തേ 5-ാം തവണ വോട്ട് ആദ്യമായി ഉപകാരപ്രദമായി. അപ്പൊ വോട്ട് ആദ്യമായി ചെയ്ത് ആദ്യമായിട്ടാണ് ഒരാൾ ജയിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ, കറക്റ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് വോട്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ടാണ് ആ വോട്ട് ചെയ്ത ആൾ വോട്ട് കിട്ടിയാൽ ജയിക്കുന്നത്. ശരി, ഓക്കെ. അപ്പൊ ഡേവിഡ് വിജയ് എന്നോട് ചേരുന്നു ജാംനഗറിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, ജാംനഗറിൽ ഇരുന്ന് ഈ ഇതൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ ഒരാള് പഞ്ചസാര ഈ കുപ്പിയുടെ മുകളിലേ, പഞ്ചസാര കുപ്പിയുടെ മുകളില് ഷുഗറിന്റെ മുകളിൽ വേറെ എന്താ പേര് എഴുതി വെച്ചു. അപ്പൊ എന്തിനാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാനാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ ഇപ്പൊ അവർ തോറ്റത് ഇനിയിപ്പോ ഞാൻ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാൻ എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഇത് നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഒരു വാചകം കൂടി പറഞ്ഞിട്ടുണ്ട്. ആ വാചകം ഞങ്ങൾ സ്വകാര്യ സ്വത്ത് നശിപ്പിക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നു. പക്ഷെ നിങ്ങൾ 10-ൽ 9 പേരുടെയും സ്വകാര്യ സ്വത്ത് നശിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് 10ാമത് കയ്യിൽ വെച്ചിരിക്കുന്നത്. ഈ ആപ്തവാക്യം എല്ലാ CPM ഓഫീസിന്റെ മുമ്പിൽ പതിക്കണം. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യം വെച്ചു. ഈ തിരുത്തുമോ CPM? തിരുത്തി അവർ തിരിച്ചു വരുമോ എന്ന്. അപ്പോൾ ദുഃഖകരമെന്ന് പറയട്ടെ, 34% ആളുകൾ മാത്രമേ അവർ തിരുത്തുകയുള്ളൂ, തിരിച്ചു വരികയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ CPM വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് നമ്മുടെ പ്രേക്ഷകർ അവർക്ക് നൽകുന്ന ഒരിത്. ഏതായാലും പക്ഷേ തിരഞ്ഞെടുപ്പുകളിൽ തോൽവി ഒരു അസാധാരണ സംഭവമല്ല. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സ്വാഭാവിക ഘടകം മാത്രമാണ്. തിരിച്ചടി ഒരു മുന്നറിയിപ്പാണ്. അതേസമയം അത് ഒരു അവസരവും കൂടിയാണ് വീണ്ടും ജയിക്കാനുള്ള. ഈ തോൽവിയിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. തോൽവിയെ അന്തിമ വിധിയായി കണക്കാക്കേണ്ടതില്ല. ആത്മപരിശോധനകളിലൂടെ ശക്തമായി തിരിച്ചുവരവാണ് എല്ലാവരും നടത്തേണ്ടത്. ഒരാശയവും തോൽക്കുന്നില്ല, അവ പുതിയ രീതിയിൽ തുടരുക മാത്രം ചെയ്യുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.